രാവിലെ 10 മണിക്ക് ലഭ്യമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചന വിഭാഗത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വരുന്നത്. സാധാരണ നിലയിൽ ഇത് വേനൽ മഴ തന്നെയാണ് തുടരുന്നത് എന്ന ധാരണ തന്നെയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. വേനൽ മഴ തുടരുന്നതിനിടയിൽ ഒരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി എഫക്റ്റ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയ്ക്കകത്തുണ്ട് എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഈ മഴ സാധാരണ നിലയിൽ ചെറുതും വലുതുമായി തുടർന്നാൽ ചിലപ്പോൾ മൺസൂൺ മഴയിലേക്ക് തന്നെ കടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നും കരുതേണ്ടി വരും. അക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ പറയാൻ കഴിയുന്നതല്ല. ഇപ്പോഴുള്ളത് എന്തായാലും മൺസൂൺ മഴയല്ല, വേനൽ മഴയാണ്. 23-ാം തീയതിയോടുകൂടി ഈ മഴയ്ക്ക് ശക്തി കുറയും. 22 വൈകുന്നേരത്തോടു കൂടി മഴയുടെ ശക്തി പൊതുവിൽ കുറഞ്ഞ് 23ഓടുകൂടി ദുർബലപ്പെടും എന്നാണ് ധാരണയെങ്കിലും ഇപ്പോൾ രാവിലെ വന്ന കാഴ്ചകൾ, വാർത്തകൾ അനുസരിച്ച് ബേ ഓഫ് ബംഗാളിൽ 23-ന് ഒരു ചക്രവാത ചുഴി വീണ്ടും രൂപപ്പെട്ടേക്കാം എന്ന ധാരണ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഴയുടെ അളവോ തോതോ കുറയുകയോ കൂടുകയോ ചെയ്താലോ ചിലപ്പോൾ മൺസൂണിലേക്ക് തുടരാവുന്ന വിധത്തിലുള്ള ദീർഘത ഇതിനുണ്ടാകേണ്ടി വരുമോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ കാണുന്നത് ഉച്ചയോടുകൂടി മഴ എല്ലായിടത്തും ഒന്ന് പതുക്കെയാകും, അഥവാ അതിൻ്റെ അളവ് ഇത്തിരി കുറയുന്ന വിധത്തിലേക്ക് മാറുമെങ്കിലും വൈകുന്നേരവും നാളെയും മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് രാവിലെ വന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം 23-ാം തീയതി, നാളെ 21-ാം തീയതി 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിലേക്ക് കിടക്കുകയാണ്. അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് ഇതുവരെ അലർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വന്ന കാലാവസ്ഥാ പ്രവചന വകുപ്പിൻ്റെ നിർദ്ദേശത്തോടു കൂടി നാളെ തൃശ്ശൂരിലും മലപ്പുറത്തും പാലക്കാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിലേക്ക് കിടക്കും. നാളെ ഇതുവരെ റെഡ് അലർട്ടൊന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും കേരളത്തിൽ റെഡ് അലർട്ടും മഴ ശക്തമാകും എന്നുള്ള കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പും പരിഗണിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ദുരന്ത നിവാരണ വകുപ്പ് എന്ന നിലയിൽ അവരെടുത്ത് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകൾക്കും പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലും DOCകളും TOCകളും ശക്തിപ്പെടുത്തിക്കൊണ്ട് മഴയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഏത് വിധത്തിലുള്ള പ്രയാസങ്ങളെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള ആലോചനകൾ എല്ലാം നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന കേന്ദ്രത്തിലെ കൺട്രോൾ റൂമിൽ പോലീസും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും ഉൾപ്പെടെ പങ്കാളിയാക്കിക്കൊണ്ടുള്ള ഒരു കൺട്രോൾ സംവിധാനമാണിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനു പുറമെ NDRFിൻ്റെ സേവനം ഏതു ഘട്ടത്തിലും നൽകാം എന്ന ധാരണ NDRFുമായി ബന്ധപ്പെട്ട് ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ തൃശ്ശൂരിലെ ക്യാമ്പിൽ NDRFിൻ്റെ 2 സംഘങ്ങളുണ്ട്. ആവശ്യമായ ഘട്ടത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് അവരെ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാം. ആ വിധത്തിൽ സജ്ജമാണ്. 14 ജില്ലകളിലും ഏതെങ്കിലും വിധത്തിൽ മഴ കൂടുന്നതിനനുസരിച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ ആവശ്യമായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വളണ്ടറായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, നേരത്തെ ഓറഞ്ച് ബുക്കിൽ രേഖപ്പെടുത്തി പിന്നെ വർണബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ലൊക്കേറ്റ് ചെയ്യുന്ന പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിനോദസഞ്ചാര മേഖലയിൽ നല്ലതുപോലെ ഒരു അച്ചടക്കം ഉണ്ടാകണമെന്നിപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, അവിടെ മുന്നറിയിപ്പ് ബോർഡുകളും നിയന്ത്രണങ്ങളും ഉണ്ടാകണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ എത്തിയിട്ടുള്ള സഞ്ചാരികൾക്ക് പ്രത്യേകമായി അലർട്ടുകൾ ലഭ്യമാക്കാനുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കണം എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ സഞ്ചാരികൾ അപകടത്തിൽപ്പെടുകയോ ഒറ്റപ്പെട്ടു പോവുകയോ ചെയ്താൽ അടിയന്തരമായി അവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകൾ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ഇതിനകം സജ്ജമാക്കി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മലയോര മേഖലയിൽ പ്രത്യേക നിയന്ത്രണത്തിന് ജില്ലാ കളക്ടർമാർ പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നുണ്ട്. രാത്രി സഞ്ചാരം ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അത് രാത്രി സഞ്ചാരം നിരോധിക്കുകയോ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നടത്തുകയോ ചെയ്യേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ നൽകുക എന്ന ശ്രമം ഇതിനകം നടത്തിയിട്ടുണ്ട്. 24/7 എന്ന നിലയിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനമെല്ലാം സജ്ജമാണ്. ആളുകൾക്ക് അമിതമായ ആശങ്ക വേണ്ട, പക്ഷെ നല്ല ജാഗ്രത വേണം. കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല തുടത്തിൽ വെള്ളം വരുന്ന വിധത്തിലാണ് മഴയുടെ അളവ് കാണാനുള്ളത്. പൊതു ശ്രദ്ധയുണ്ടാകണം, മറ്റു പേടിക്കേണ്ട ഒന്നുമില്ല. ഒറ്റ അഭ്യർത്ഥനയുള്ളത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ
പൊതുവായി ധാരണയില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താനോ ഏതെങ്കിലും വിധത്തിൽ അതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അനാവശ്യമായ കമൻറ്റുകൾ ചെയ്യാനോ ആരും തയ്യാറാകരുത്. കഴിഞ്ഞ ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം 2018-ലും 2019-ലും ഒക്കെ ഉണ്ടായ പ്രളയത്തിൻ്റെ ദൃശ്യങ്ങൾ അതുപോലെ വീണ്ടും കാണിച്ച് ആ സ്ഥലങ്ങളിൽ തന്നെയോ അല്ലെങ്കിൽ അത് മറ്റ് സ്ഥലങ്ങളുടെ ചിത്രങ്ങളാണെന്ന് കാണിച്ചോ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുകൾ നൽകി ആളുകളാകെ ആശങ്കയിലാകുന്ന വിധത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതൊരു കാരണവശാലും പാടില്ല. ദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാളത്തിൽ ഔപചാരികമായ പ്രസിദ്ധീകരണം നടത്തുന്ന മാധ്യമങ്ങളൊക്കെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വിവരങ്ങൾ മാധ്യമങ്ങൾ ലഭ്യമാകുന്നുണ്ട്. മാധ്യമങ്ങൾ ആ അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ തലവന്മാർ ആ ഘട്ടങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തണം. സാധാരണ ആളുകൾ പറയുന്നത് പോലെ സ്വയംഭൂവായിട്ടുണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങളോ പഴയ സംഭവങ്ങൾ വീണ്ടും ചിത്രീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള സംഭവങ്ങളോ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് മാത്രമല്ല, ഏതെങ്കിലും വാർത്തകൾ കേട്ട് ഷെയർ ചെയ്യാൻ അനാവശ്യമായി തയ്യാറാകരുത്. ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതല്ലാതെ ഒരു വാർത്തയും. റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇപ്പോഴും വേനൽ മഴ തന്നെയാണ് തുടരുന്നത് എന്നാണ് മന്ത്രി പറയുന്നത്. വ്യാഴാഴ്ചയോടെ മഴയുടെ ശക്തി കുറയാനാണ് സാഹചര്യം എന്നും പറയുന്നു. നാളെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞത്.